പിന്നെ ഇത് ആക്സറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ എക്സറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നില്ലേ? ഇത് ഫുൾ അങ്ങ് ഒരു പിങ്ക് ഷെയ്ഡിലോട്ട് അങ്ങ് മാറും. പിങ്ക് ഷെയ്ഡിലോട്ട്. നമ്മള് ഗൈസ് ഇവിടെ അണ്ടർബെല്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ RCBയുടെ കളക്ഷൻസ് ഇവിടെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗായ്സ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉള്ളത്, നിങ്ങൾക്കിപ്പം എൻ്റെ ബാക്ക് വശം കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഇപ്പോൾ എവിടെ ഉള്ളതെന്ന്. ഇപ്പോൾ ഉള്ളത് ഗിയർ ഓണിലാണ് കേട്ടോ. നമ്മുടെ കൊല്ലത്തുള്ള ഗിയർ ഓണിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ചെറിയൊരു വീഡിയോ ചെയ്യാനായിട്ടാ. നമുക്കിനി നേരെ അകത്തോട്ടല്ല കേട്ടോ. നമുക്കിനി നേരെ അകത്ത് ചെന്നിട്ട് അകത്തൊക്കെ കളക്ഷൻ ഉണ്ട്. പുതിയ കുറേ ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് നോക്കാം. അപ്പം ഇനി അകത്ത് ചെന്നിട്ടാണ് നമ്മളിത് ഇവിടെ അകത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ഒരു ബ്രോ ഉണ്ട്. ബ്രോയെ എടുക്ക് ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഇതിൻ്റെ ഇവിടുത്തെ റേറ്റ്, ഹെൽമെറ്റിൻ്റെ ജാക്കറ്റ്സിൻ്റെ ഒക്കെ പ്രൈസ് സ്റ്റാർട്ടിങ് എങ്ങനെ, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ബ്രോ എടുക്കുക തന്നെ ചോദിക്കാം. ബ്രോ ജസ്റ്റ് പേരൊന്ന് പറയാം. എൻ്റെ പേര് ബിപിൻ. ഇവിടുത്തെ സ്റ്റാഫാണ്. ഓക്കെ, സെയിൽസ് ഉള്ള. ഓക്കെ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് നമുക്ക് ഹെൽമെറ്റിൽ നിന്ന് തുടങ്ങാം. 2000 ബഡ്ജറ്റ് വരുന്ന ഹെൽമെറ്റ്സ് അല്ലേ? ഓക്കെ ഓക്കെ. ഇതിപ്പം ഇതിന്റെ മോഡൽസ് ഏതൊക്കെയാ വരുന്നത്? വെഗയുടെ എത്ര മോഡൽസ് വേണം? കളേഴ്സ് വെയിലത്തിറങ്ങുമ്പോൾ കളർ മാറില്ലേ? ഓ, അത് കൊള്ളാല്ലേ. ഓക്കെ, 1800 ഓക്കെ ഓക്കെ. ബ്രോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇതേ ഗൈസ്, ഇത് കണ്ടില്ലേ? ഇത് ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന. ഇത് വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ കളർ മാറുന്ന ഒരു ടൈപ്പാ. ഇപ്പൊ എനിക്ക് ഈ വീഡിയോക്കകത്തൂടെ കാണുമ്പോൾ ഒരു അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറായിട്ട് വന്നു. പക്ഷെ പിങ്ക് ഷെയ്ഡിലോട്ട്. നമ്മള് ഡയറക്റ്റ് നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അത്രയ്ക്ക് ഒരു വൈബ്രന്റ് ആയിട്ട് തോന്നത്തില്ല. പക്ഷെ ഫോണിൽ കൂടെ കാണുമ്പോഴും അങ്ങനെയാ. കൊള്ളാം കേട്ടോ. ഇതിന്റെ റേറ്റ് എത്ര വരുന്നത്? 2700. വെഗയുടെ ബോൾട്ടാണ് ഈ റാക്ക് ഫുള്ള് കംപ്ലീറ്റ് വരുന്നത്. ഇത് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് വരുന്ന ഹെൽമെറ്റ്സാ ഈ റാക്കിൽ കാണുന്നത്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ആക്സസ് വരുന്നു. തുടങ്ങാം. ഇതൊക്കെ ഡ്രേക്കൺ സീരീസ് ആണ്. ഡ്രേക്കൺ സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 4000 അകത്ത് വരുന്ന മോഡലാണ്. 4000 അകത്ത് വരില്ലേ? ഓക്കെ. സെഗ്മെന്റ് 2900. ഓ, ഇതിന്റെ റേറ്റ് ഒക്കെ എത്ര വരുന്നത്? അത് ഒരു 3400 3800 റേഞ്ച്. 2-3 മോഡൽസ് വരുന്നതാണ്. ഓക്കെ. പിന്നെ ഇത് റൈഡക്സിന്റെ സീരീസ്. ഇത് പോളാരിസ് ആണ്. ഇതൊരു 5000 റേഞ്ച് വരും. 5000 റേഞ്ച് വരുന്ന പൊളാരിസിലെ. പിന്നെ ടൈറ്റാനിയം ഇരിപ്പുണ്ട്. പിന്നെ NFR നമ്മുടെ കിട്ടാൻ കുറവാണ്. TTCOS കുറവാണ് മോഡൽസ്. ഓ, ഇത് കൊള്ളാം. ഇത് ഞാൻ അങ്ങനെ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ. ഒരു വെറൈറ്റി ഷെയ്ഡും കാര്യങ്ങളൊക്കെ. ഇത് KVTയുടെ വരുന്നില്ലേ? പിന്നെ TTCOS ആണ് വരുന്നത്. TTCOSന്റെ 14400 അത്യാവശ്യം കളക്ഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ആക്സിസിന്റെ പുതിയ സീരീസ് ആണ്. ആക്സിസിന്റെ 4800 ഡുവൽ വൈസറും സ്പെക്കും സ്പോയിലറും എല്ലാം വരുന്ന മോഡൽസ്. ഓ, ഇത് എത്ര വരുന്നത്? 4800. അതൊരു പുതിയ ഡുവൽ വൈസർ. ഇതിന്റെ പേരെങ്ങനെയായിരുന്നു വരുന്നത്? അത് ഈഗിൾ എന്നും പറഞ്ഞ. ഈഗിള്. ഓക്കെ, ഈഗിളല്ലേ. ഓക്കെ, കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട്. വലിയ വെയിറ്റും വരുന്നില്ലല്ലേ? വെയിറ്റും കുറവാണ്. NFR സീരീസ്. 14400 വരുന്നുണ്ടല്ലേ? ഇത് കാർബൺ ഫൈബർ അങ്ങനെയല്ലോ? കുറച്ചുകൂടെ എക്സ്പെൻസീവ് അല്ലേ? ഇവിടെ അണ്ടർബെല്ലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നോർമലി അണ്ടർബെല്ലി വരുന്ന ഈ ഒരു ഇതിലേ, പിന്നെ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നില്ലേ? ഇത് ഡോമിനാറിന്റെ ബെല്ലിയാണ്. ഇത് ഡോമിനാറിന്റെ അല്ലേ? ഇത് നമ്മുടെ ഡ്യൂക്കിന്റെ 2 ടൈപ്പ് ഉണ്ട്. ഈ കട്ടിങ് വരുന്ന ടൈപ്പും ഉണ്ട്. പിന്നെ ഈ ചെറിയ ടൈപ്പ്, സ്റ്റോക്ക് ടൈപ്പ് പോലെ വരുന്ന സ്റ്റോക്ക് ടൈപ്പ് വരുന്നില്ലേ? ഈ ഒരു ലുക്ക്. ഓക്കെ ഓക്കെ. ഇതിന്റെ ഒക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത്? 1000. രണ്ടിനും 1000 വരുന്നില്ല? ഓക്കെ ഓക്കെ. എക്സോസ്റ്റിന്റെ കളക്ഷൻസ് ഉണ്ട്. മറ്റേ R1 എക്സോസ്റ്റ് വിത്തൗട്ട് DBയും വിത്ത് DBയും വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇത് ആക്സറിന്റെ ലേറ്റസ്റ്റ്. ഇത് മറ്റേ ഡിപ്പ് ചെയ്തല്ലേ? കാർബൺ ഫൈബർ ഡിപ്പിംഗ് അല്ലേ? ഡിപ്പിംഗ് അല്ലേ? ഇതിന്റെ ഒക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത്? വിത്ത് DB വരുന്ന ഒരു 3500 വരും. വിത്തൗട്ട് DB വരുന്നത് 3000 വരും. 3000 വരും. ഓ, ഏകദേശം 500 രൂപയുടെ വ്യത്യാസം വരുന്നു. ചെറിയ വ്യത്യാസം വരുന്നു. പിന്നെ ഇത് ആക്സറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ആക്സറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നില്ലേ? ഇതിന്റെ ഒക്കെ നേരത്തെ റേറ്റ് തന്നെ ഉള്ളൂ? സെയിം MRP തന്നെ. നമുക്ക് കളർ വരുന്നതിന്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ. കളറിന്റെ വ്യത്യാസം വരുന്നുള്ളൂ. ഇത് ആക്സറിന്റെ ട്രാൻസ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്.
ഇതും അത്യാവശ്യം പുതിയ മോഡൽ. ഓ അത് കൊള്ളാം, ഒരു വെറൈറ്റി ഗ്രാഫിക്സ്. അത് ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം വരും പല ആംഗിളിൽ നോക്കുമ്പോഴേ. ആ പിന്നെ ഇത് ഈ റാക്ക് മൊത്തം ആക്സറിന്റെ ആക്സറിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള ആക്സറിനെ ഇല്ലേ? ആക്സറിന് ഏറ്റവും കൂടുതൽ സ്പെയർസ് എല്ലാം കിട്ടും. സ്പെയർ എല്ലാം കിട്ടും. എല്ലാം കിട്ടൂല്ലേ? അത്യാവശ്യം നല്ല ബഡ്ജറ്റ്. എല്ലാ സ്പെയർ റിപ്പയറബിൾ ആണ്. ഓക്കെ ഓക്കെ. ഇതിന്റെ ചെറിയൊരു ഡൗൺ സൈഡ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഇച്ചിരി വെയിറ്റ് കൂടെ അല്ലേ? ഇല്ലേ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉണ്ട്. വെയിറ്റ് കുറവ് നോക്കുവാണെങ്കിൽ റൈഡക്സ് ഏറ്റവും റൈഡക്സ് ആണ് 1470 ഗ്രാം കണ്ട് വരത്തുള്ളൂ. 1400 ഗ്രാമില്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഇത് ആക്സറിന്റെ DC മാർവൽ എഡിഷൻസ് ആണ്. അതിന് എക്സ്പെൻസീവ് ആണ്. ഓ DC മാർവൽ എഡിഷൻസിലെ. പിന്നെ ഇത് മറ്റേ കോമിക്സിലൊക്കെ കാണുന്ന. ഓക്കെ. ഇത് ആക്സോറിന്റെ XBHP മോഡലാണ്. അത് ഡുവൽ ക്ലാസ് ആയിരുന്നു. ഇതാണ് ആക്സോറിന്റെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള എംബിൾ. ഓ 7000 വരുന്നുണ്ടല്ലേ? മറ്റേ ബിൽമോളയുടെ ഒക്കെ ഏകദേശം ഗ്രാഫിക്സ് പോലെയൊക്കെ ഉണ്ടല്ലേ? പിന്നെ ഇങ്ങോട്ട് വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പ്രീമിയം 10 രൂപ റേഞ്ച് ഒക്കെ വരുന്നത്. 10 രൂപ റേഞ്ച് വരുന്നില്ലേ? ഇത് നമുക്ക് അത്യാവശ്യം ഒരു 14-15 രൂപ റേഞ്ച് വരെയുള്ള 15 രൂപ 15,000 രൂപ റേഞ്ചിനകത്ത് ഏറ്റവും പെട്ടെന്ന് പറ്റുന്നത്. അതാണ് FF 10,700 വരും മാർക്കറ്റ്. 10,700 അല്ലേ? പക്ഷെ ഇതിന്റെ പാഡിങ്ങിലാണ് ഫുൾ സ്പെക് ഇരിക്കുന്നത്. നല്ല പ്രീമിയം പാഡിങ് അല്ലേ? NFR 14,400 അതിലും പാഡിങ് ഫീച്ചർ ഡ്യുവൽ വൈസറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. സ്പോയിലറിൽ തന്നെ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ SMKയുടെ സ്പോയിലർ സെപ്പറേറ്റ് വെക്കാം. SMKയുടെ ഹെൽമെറ്റ്സ് ഒക്കെ ഇല്ല ഇവിടെ? SMKയുടെ ഹെൽമെറ്റ്സ് നമുക്ക് കുറവാണ് മോഡൽസ്. കാരണം ആക്സറിനെക്കാട്ടിലും വെയിറ്റ് കൂടുതലാണ് SMKക്ക്. ഓ ആക്സറിനെക്കാട്ടും വെയിറ്റ് കൂടുതലല്ലേ? SMKക്ക്. ഓ ഓക്കെ ഓക്കെ. ഉണ്ട് കളക്ഷൻസ് ഇപ്പൊ കുറവാണ്. സ്റ്റോക്ക് വരണം. ഇതെല്ലാം മറ്റേ നേരത്തെ നമ്മൾ കണ്ട LS2 മോഡൽസ് അല്ലേ? പിന്നെ ഓഫ് റോഡ് ഹെൽമെറ്റ്സ് ആണ്. ഇത് ബ്രംബോയുടെ ക്യാനാ വരുന്നില്ലേ? ഇതിന്റെ ഒക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത്? ഇതിപ്പോ നമുക്കിവിടെ 250 രൂപ വരും. 250 രൂപ അല്ലേ? ഓക്കെ ഓക്കെ. ക്ലിപ്പും കാര്യങ്ങളും കംപ്ലീറ്റ് വരുന്നുണ്ടല്ലേ? ഓ ഇതേ കൈസ് ഇത് കണ്ടില്ലേ? അത്യാവശ്യം നമുക്ക് മറ്റേ മാസ്റ്റർ സിലിണ്ടർ വരുന്നില്ലേ ആ സംഭവം. ഇത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീലും കിട്ടും. ഒരു സൂപ്പർ ബൈക്ക് സ്റ്റാൻഡിലുള്ള ലുക്കും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ പിന്നെ ആണെങ്കിൽ ഇതേ ബ്രംബോയുടെ തന്നെ ലിവർ ഒക്കെ ഇല്ലേ, അതെല്ലാം ഇവിടെ ഉണ്ട്. ഇതിന്റെ ഒക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത്? അതൊരു 2,800-2,500 റേഞ്ചിനകത്ത്. 2,800. രണ്ട് സൈഡും വരുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഇത് ബാക്കില് നമ്മുടെ ബൈക്കിന്റെ ബാക്കിലൊക്കെ വെക്കാൻ പറ്റുന്ന റിസർവർ ക്യാനാണ്. ഓ ബാക്ക് വരുന്നത്. ഫ്രണ്ടിലും വെക്കാം, ബാക്കിലും വെക്കാം. ഓക്കെ ഓക്കെ. പിന്നെ ഈ സൈഡ് റാക്ക് മൊത്തം ഓഫ് റോഡ് ഹെൽമെറ്റ്സ് ആണ്. ഓ ഈ സൈഡ് ഫുൾ ഓഫ് റോഡ് ഹെൽമെറ്റ്സ്. ഓക്കെ ഓക്കെ. ഇത് 2,400 വരുന്നുള്ളല്ലേ? ഓക്കെ കൊള്ളാലോ. ഇതൊക്കെ ആക്സോറൊക്കെ 6,000 വരുന്നുണ്ടല്ലേ? ഇതിപ്പം പുതിയ വന്ന കളക്ഷൻസ് അല്ലേ? പുതിയ മോഡൽസും ഉണ്ട്, പഴയ ഇതൊക്കെ LS2 അല്ലേ? ഓ ഈ LS2 ഒക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. 7,700. ഓക്കെ. വാറന്റി. ഓക്കെ വാറന്റി ഉള്ളു. ഈ കളക്ഷൻസ് ഒക്കെ വാറന്റി വിത്ത് വാറന്റി ഇല്ല കേട്ടോ ഇതെല്ലാം വരുന്നത്. പിന്നെ ഇത് SMKയുടെ അൾട്ടോറ സ്റ്റോക്ക് ഔട്ട് ആവില്ലേ? ഇത് നല്ല രസമുണ്ട് കേട്ടോ. അത്യാവശ്യം ഫ്ലാഷി ആയിട്ടുള്ള ഒരു കളറൊക്കെ. പിന്നെ ഇത് ഒരു ടൂറർ സെഗ്മെന്റ് വരുന്നത് ആക്സന്റെ 7,400 വരും. 7,400. ഡുവൽ വൈസറും ഈ ഫ്രണ്ട് വൈസറും വരും. ഇത് ഊരി വെച്ചിട്ട് നമുക്ക് ഗൂഗിൾസ് ഇട്ട് ഉപയോഗിക്കാം. മൾട്ടിപർപ്പസ് ആണ്. ഓക്കെ ഇത് കൊള്ളാം കേട്ടോ. ഇത് 7 സംതിങ് വരുന്നുണ്ട്. 7,400 വരുന്നുണ്ട് കേട്ടോ. അതിന്റെ കണക്കല്ല ഇത് MX 436. ഇത് മറ്റേ MX 437 കണക്കന്നെ ഡുവൽ വൈസറും വരുന്നുണ്ട്. ഡുവൽ വൈസറും വരുന്നുണ്ടോ? ഓക്കെ. 8,000 റേഞ്ച് വരും. കൊള്ളാം കൊള്ളാം. വെരി നൈസ്. ബിൽമോളൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്? ബിൽമോള ഇപ്പൊ നമുക്ക് കുറച്ച് കളക്ഷൻസേ ഉള്ളൂ. അത് ഒക്ടോപസ് പിങ്ക് ആണ് കൂടുതൽ കുടിക്കുന്നത്. 9,000 ആണ് MRP വരുന്നത്. 9,000. ഓക്കെ. ഓഫറും കാര്യങ്ങളൊക്കെ കാണത്തില്ല? നമ്മള് MRP ആണ് ഇപ്പൊ പറഞ്ഞത്. പ്രൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാം കസ്റ്റമേഴ്സിന് MRP ഒന്നുമില്ല പ്രൊവൈഡ് ചെയ്യും. നമുക്ക് അത്യാവശ്യം നല്ല ഓഫറില്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സൈഡിൽ നമ്മളുണ്ട് പല ടൈപ്പ് ലിവർ ഗാർഡ്സ് എല്ലാം ഇരിപ്പുണ്ട്. ഇവിടെ ഇവിടെ ലിവർ ഗാർഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ ഉള്ളത്. പിന്നെ മറ്റേ പ്ലസ്മുണ്ട് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റേഴ്സ്. ഇത് മറ്റേ RX-ന് മറ്റേ സ്പ്ലെൻഡറിനൊക്കെ മിറേഴ്സിലെ ഈ സൈഡിലോട്ട് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ. ഇത് ക്വിക്ക് ത്രോട്ടിലാണ്. ഓ ക്വിക്ക് ത്രോട്ടിൽ. ഇതിനൊക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത്? ക്വിക്ക് ത്രോട്ടിൽ NC വരുമ്പോഴത്തേക്ക് 800 റേഞ്ച് ഒക്കെ വരും. പിന്നെ ഗ്രിപ്പുകളൊക്കെ നമുക്ക് 150 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ബങ്ക് ബോണൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 900 റേഞ്ച് വരും. ക്രൂസ് കൺട്രോളോടെ പിടിച്ച് ലോക്ക് ഇടാൻ പറ്റുന്ന അതൊക്കെ പറ്റില്ലേ? ഓ ഇത് കൊള്ളാല്ലേ. ഇതിന്റെ ഒക്കെ റേറ്റ് ഒരു 900 റേഞ്ച് 900 വരുന്നല്ലേ? RCBയുടെ ഒക്കെ ഉണ്ടോ? RCBയുടെ നമുക്ക് ഫ്രണ്ടിലാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഫ്രണ്ട് ആയിരിക്കുമല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഈ മിററൊക്കെ നമ്മുടെ
എല്ലാ വണ്ടിക്കും യൂണിവേഴ്സൽ അല്ലേ? ഓക്കെ ഓക്കെ. ഓ അതെ, ഇത് മറ്റേ V3 വരുന്ന ടൈപ്പില്ലേ? മറ്റേ ഇൻഡിക്കേറ്റർ ഇൻബിൽഡ് ആയിട്ട് ഇതിൽ തന്നെ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള 10R മിറർ. 10R ഓ അതും കൊള്ളാം കേട്ടോ. ഇതിന്റെ ഒക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത്? ഇതൊരു ഇപ്പൊ നമുക്ക് ഓഫറിൽ ഒരു 1100 വരും. 1100 വരും. ഓക്കെ ഓക്കെ, കൊള്ളാം. പിന്നെ ഇവിടെ കുറച്ച് ലിവർ സാമ്പിൾ ഉണ്ട്. പിന്നെ ബാറിന്റെ മറ്റേ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തില്ലേ? ഇത് കൊള്ളാം, നൈസ് ആയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഇൻഡിക്കേറ്റേഴ്സിന്റെ ഒക്കെ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഈ ഇൻഡിക്കേറ്റേഴ്സിന്റെ ഒക്കെ പ്രൈസ് എങ്ങനെയാ വരുന്നത്? 150 സ്റ്റാർട്ടിംഗ് വരും. 150 ഒറിജിനലൊക്കെ നമ്മുടെ സ്റ്റോക്ക് വരുന്നുണ്ട്. ടൈപ്പും വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ, ഈഗിൾ ടൈപ്പ്, ജെറ്റ് ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെല്ലാം ഉണ്ട്. പിന്നെ മറ്റേ ബുള്ളറ്റ് ടൈപ്പ് വരുന്നുണ്ട്, മറ്റേ ചെറുത്. ബുള്ളറ്റ് ടൈപ്പ് ഇടയ്ക്ക് സ്റ്റോക്ക് കയറി. അല്ല, ബുള്ളറ്റിന് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ മറ്റേ ചെറിയ ബുള്ളറ്റ് ടൈപ്പ് ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് ഇല്ലേ? ഉണ്ടല്ലേ? അതിന്റെ ഒക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത്? ബുള്ളറ്റ് ടൈപ്പ് അതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 400-500 ഇല്ലേ? ചെറിയ ഈഗിൾ ടൈപ്പ് ഇതൊക്കെ ആണെങ്കിൽ ഒരു 250 റേഞ്ച്. അത് കൊള്ളാമല്ലോ, നല്ല രസമുണ്ട്. ഇത് കണ്ടില്ലേ? ചെറിയ ഇൻഡിക്കേറ്റർ കേട്ടോ, അത്യാവശ്യം നല്ല ഡ്രസ്സുണ്ട് കാണാൻ. V3 കിറ്റിനകത്ത്. ഓക്കെ ഓക്കെ. ഇത് ബാക്കിലത്തെ ടൈലല്ലേ? ബാക്കിലത്തെ ടൈൽ ഉണ്ടല്ലേ V3? ഇതിന്റെ എങ്ങനെയാ റേറ്റ്? ഇത് 3500 റേഞ്ച്. 3500 വരില്ലേ? കുറഞ്ഞ മോഡൽസും ഉണ്ട്. പ്രീമിയം മോഡൽ. ഇത് പ്രീമിയം ഇല്ലേ? ഓക്കെ ഓക്കെ. ഇത് കൊള്ളാം കേട്ടോ, അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. ഇത് ഇൻഡിക്കേറ്റർ ഇൻബിൽഡ് ആയിട്ട് വരുന്നില്ലേ? ഓക്കെ ഓക്കെ, കൊള്ളാം കേട്ടോ, നൈസ്. ഇത് മറ്റേ റിസർവോയർ ഒരു പ്രൊട്ടക്ഷൻ പോലെ. ഓക്കെ. ഇത് കണ്ടില്ലേ? എല്ലാ ബൈക്കിന്റെ ഉണ്ട്. ഡൊമിനാറിന്റെ ഉണ്ട്, എക്സ്പൾസിന്റെ വരുന്നുണ്ട്. ഇത് പിന്നെ യൂണിവേഴ്സലാ വരുന്നത്. ബാക്കിലത്തെ ഇല്ലേ? നമ്മളെ ഹിമാലയ എപ്പോഴും പൊട്ടിപ്പോകുന്ന ഒരു സംഭവം ഓഫ് റോഡൊക്കെ പോകുമ്പോഴേ. ഓക്കെ ഓക്കെ. ഇത് മറ്റേ നമ്മുടെ V3 കണ്ടുവരത്തില്ലേ? കിറ്റിനോട് തന്നെ ചേർന്നിട്ടുള്ള ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നത് അതേപോലത്തെ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ, കൊള്ളാം. പിന്നെ ഹാൻഡ് ഗാർഡ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്? 1200 വരുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, നൈസ്. നമ്മുടെ ലൂബും കാര്യങ്ങളും, പിന്നെ മോട്ടിയുള്ള എല്ലാ ടൈപ്പും ഉണ്ട്. ബോഡി വാഷ്, മറ്റേ പോളിഷ്, മറ്റേ ഷാംപൂ ഐറ്റംസ് ഒക്കെ ഇല്ലേ? ഇങ്ങോട്ടൊക്കെ ഓയിലാണ്. ഓയിലിന്റെ ഒക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത്? മോട്ടിയുടെ ഒക്കെ വണ്ടിയുടെ ഗ്രേഡ് അനുസരിച്ചല്ലേ? നല്ലൊരു ഫുള്ളി സിന്തറ്റിക് ഓയിലിനൊക്കെ എന്തോ റേറ്റ്? 890 രൂപ വരും, ആ റേഞ്ച് വരില്ല. 1 ലിറ്ററിന്റെ. ഓക്കെ. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ചെയിൻ ക്ലീനറും ലൂബും മറ്റേ കോംബോ ആയിട്ടുള്ള ഇത് വരുന്നുണ്ട്. ഇത് മോട്ടിയോളിന്റെ വരുന്നത്. ഇതിന് ഏകദേശം 480 രൂപ. ഇതിന് 450 രൂപ വരുന്നുള്ളൂ. RCBയുടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, RCBയുടെ കളക്ഷൻസ് ഇവിടെ. ഗ്രിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് ത്രോട്ടിലല്ലേ? മാസ്റ്റർ സിലിണ്ടർ വരുന്നത്. ഇതിന് എങ്ങനെയാ റേറ്റ് ഉള്ളത്? 14mm വരുമ്പോഴത്തേക്ക് 9 രൂപ വരും. 9 രൂപ. 10 രൂപ റേഞ്ച് വരും. ഓക്കെ ഓക്കെ. പിന്നെ ഇത് മാഡ് ഡോഗിന്റെ പ്രൊഡക്ട്സ് ആണ്. അത് 18 മാസം വാറണ്ടി ഒക്കെ വരും. പക്ക പ്യൂർ ഫോഗാ മാഡ് ഡോഗ്. ഓക്കെ ഓക്കെ. പ്രീമിയം സാധനം അല്ലേ? പിന്നെ എല്ലാസ്റ്റിന്റെ ഗോഗിൾസ് ഒരു 3000 സ്റ്റാർട്ടിംഗ് വരും. 3000 തൊട്ട് 5000 റേഞ്ച് വരും. RCB ഗോഗിൾസ് ഒരു 3000 റേഞ്ച് വരും. 100% ഗോഗിൾസ് ഒരു 1200 റേഞ്ച് ഒക്കെ വരും. ഓക്കെ. ഇത് അത്യാവശ്യം പ്രീമിയം പ്രോഡക്റ്റ് അല്ലേ? ഭയങ്കര പ്രീമിയം. നല്ല എമൗണ്ട് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ നല്ല ഓഫ് റോഡ് ചെയ്യുന്നവർക്ക് അതാണ് ബെറ്റർ. നല്ല ഓഫ് റോഡ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് പൊട്ടിപ്പോ അങ്ങനത്തെ സീനില്ലല്ലോ. നല്ല ക്വാളിറ്റി ഉള്ള ഫോൺ ഹോൾഡേഴ്സ്. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം ഫോൺ ഹോൾഡേഴ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇവിടെ മറ്റേ ലേഡീസ് ടൈപ്പ് ഹെൽമെറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. പവർ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാനിന്റെ എല്ലാം ഉണ്ടല്ലേ? BMC എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലേ? ഇവിടെ എല്ലാം ഫോഗ് ലൈറ്റ്സിന്റെ കളക്ഷൻസ് ആയിരുന്നു. ഫോഗ് ലൈറ്റ്സ് ഒക്കെ സ്റ്റാർട്ടിങ് എങ്ങനെയാ വരുന്നത്? സ്റ്റാർട്ടിങ് നമുക്ക് ഒരു 500 തൊട്ടുണ്ടല്ലേ? പെയർ വരുന്നത്. ബുള്ളറ്റിന്റെ ഹെഡ്ലൈറ്റ്സ്, ബൾബുകൾ അങ്ങനെ. പിന്നെ ഈ സൈഡിൽ നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ ഈ സൈലൻസേഴ്സ്, പിന്നെ ക്രാഷ് ഗാർഡ്, കാരിയർ അങ്ങനെയുള്ളതൊക്കെ അല്ലേ? ഇത് MGയുടെ ആണോ? ഇതിന് എന്തോ റേറ്റ് ഉണ്ട്? MGയുടെ ഒരു 1300 സ്റ്റാർട്ടിംഗ് വരും. ഇത് കണ്ടില്ലേ? MGയുടെ ഇത് വരുന്നത്. ഇത് അത്യാവശ്യം കൊള്ളാം കേട്ടോ. പിന്നെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്.
നമ്മൾ എക്സോസ്റ്റ് അവിടെ കാണിച്ചില്ലേ അതിന്റെ അതേപോലുള്ള ഡിസ്പ്ലേ ഇട്ടേക്കുന്നുണ്ട് അതേ ഐറ്റംസ് ഒക്കെ തന്നെയാണ്. അക്രയുടെ ഉണ്ട്, ഒട്ടുമിക്ക എല്ലാ അക്രോപോയിക്കിന്റെ തന്നെ. നേരത്തെ കാണിക്കാൻ വിട്ടുപോയി. ഇവിടെ കുറച്ച് കീ ചെയിൻസിന്റെ ഇതൊക്കെ ഉണ്ട്, മറ്റേ കീ ചെയിൻസ് കവർ അങ്ങനെയുള്ള മറ്റേ ടാങ്ക് ഗ്രിപ്പ്. പിന്നെ ഇത് എക്സ്പ്ലാഷ് ആണ്, മറ്റേ ഹസാർഡ് മോഡ്. ഓക്കെ ഓക്കെ. നമ്മള് വേറെ എക്സ്ട്രാ ആയിട്ട് വയറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പ്ലഗ് ആൻഡ് പ്ലേ. ഓക്കെ ഓക്കെ. പിന്നെ ബൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബൂട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മറ്റേ എയർ സീറ്റ്, നമുക്ക് തന്നെ എയർ പമ്പ് ചെയ്ത് സീറ്റിൽ എയർ നിറച്ചിട്ട് കംഫർട്ടിന് വേണ്ടിയാണ്. ഓക്കെ ഓക്കെ. മറ്റേ സീറ്റ് അല്ലേ അത്? എയർ സീറ്റ്. ഓ. പിന്നെ ഡ്രോൺ ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ, കംപ്ലീറ്റ് സാധനങ്ങള്. ഓ, ഇതെങ്ങനെയാ റേറ്റ് വരുന്നത്? 3000 വരുന്നുണ്ടല്ലേ? ഡ്രോൺ കണ്ടില്ലേ? ഞങ്ങൾക്ക് ഡ്രോൺ വാങ്ങണമെങ്കിൽ ഇവിടെ വന്നാൽ മതി, വേറെ എങ്ങും പോണ്ട. അത്യാവശ്യം ഫോണിൽ ഫോണിൽ ആപ്പ് വഴി സെറ്റ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും, റിമോട്ടിൽ ഉപയോഗിക്കാം. ബൂട്ടൊക്കെ എങ്ങനെയാ വരുന്നത്? ബൂട്ടൊക്കെ ഏത് ബ്രാൻഡിന്റെ ഉള്ള? കളക്ഷൻസ് കുറവാണ്. ഇപ്പൊ ഷീൽഡാണ് ഇരിക്കുന്നത്. നമുക്ക് വരുന്ന സൊളൈസിന്റെ ഒക്കെയാണ്. സൊളൈസിന്റെ ഒക്കെ ആക്സർ, ഷീൽഡ്, റൈനോക്സ്. ഓക്കെ ഓക്കെ. ആ ബ്രാൻഡ്സാണ് കൂടുതൽ വരുന്നത്. ആക്ഷൻ ക്യാമ ഉണ്ടല്ലോ. ആക്ഷൻ ക്യാമ ഉണ്ട് കേട്ടോ, കൊള്ളാം. 5500 വരുന്നുണ്ട്. 4K ക്വാളിറ്റി ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. പിന്നെ ഈ ജാക്കറ്റ്സിലേക്ക് പോകാം. അതിന് മുമ്പ് നമുക്ക് ബാഗിന്റെ ഒന്ന് നോക്കിയാലോ? ബാഗ് വേണ്ട, ഇതിപ്പം പുതിയ 2000 റേഞ്ച് വരുന്നത്. ഇത് ആൽപിൻ സ്റ്റാറിന്റെ കോപ്പി ഉണ്ടല്ലേ? ഓക്കെ. ഇത് 2000 ബഡ്ജറ്റ് വരുന്ന ഒരു ബാഗ് കേട്ടോ, റൈഡിങ് ബാഗാ. 5000 ആണ് MRP വരുന്നത്. 5300 MRP വരുന്നത്. നമ്മൾ ഓഫർ കൊടുക്കുന്നത്. ഇതിപ്പോ ആക്സോറിന്റെ ആണോ? 4000 റേഞ്ച് വരുന്ന. ഓ, കൊള്ളാം കേട്ടോ. അത്യാവശ്യം നല്ല പാഡിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. എൽബോ എല്ലാം ലെവൽ 2 അല്ലേ? എൽബോ വരുന്നുണ്ട്, ഷോൾഡർ വരുന്നുണ്ട്, ബാക്കും വരുന്നുണ്ട്. പ്രീമിയം സെഗ്മെന്റ് വരും. ചെസ്റ്റ് പാഡിങ് ഇല്ലേ? മറ്റേ പുറകിലൊരു ബമ്പൊക്കെ ഉള്ള. അത് കൊള്ളാം കേട്ടോ. ഇതിനെങ്ങനെയാ റേറ്റ് വരുന്നത്? 12,000 വരുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ കാണില്ലേ? ഓക്കെ ഓക്കെ. റെട്രോ ടൈപ്പ് ഹെൽമെറ്റും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതെ മോളി നോക്കുന്ന ടൈം ഇതേണ്ട ടോപ്പ് ബോക്സും കാര്യങ്ങളും ഉണ്ട്. ടോപ്പ് ബോക്സ് എങ്ങനെയാ സ്റ്റാർട്ടിങ്? ടോപ്പ് ബോക്സ് 2000 സ്റ്റാർട്ടിങ് വരുന്ന 2000 ഓൾമോസ്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് നമുക്ക്. പിന്നെ ഒരു 6000-7000 റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഗ്ലൗസ് ഒക്കെ എങ്ങനെയാ സ്റ്റാർട്ടിങ് വരുന്നത്? നമ്മുടെ താഴെയാണ് ഒരു 1000 റേഞ്ച് വരെ വരുന്നത്. സ്റ്റാർട്ടിങ് താഴത്തല്ലേ വരുന്നത്? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗ്ലൗസ് ഒക്കെ താഴെയാണ് വരുന്നത്. ഒരു 350 തൊട്ട് സ്റ്റാർട്ടിങ് വരും. 350 മോട്ടോക്കെയറിന്റെ ഒക്കെ ഗ്ലൗസ് താഴെ വരും. 2000 ബഡ്ജറ്റിന് മേളിൽ വരുന്നതാണ്. 2000 ബഡ്ജറ്റ് വരുന്നത്. സെമി കോംപ്ലറ്റ്, ഫുൾ കോംപ്ലറ്റ്, പിന്നെ അത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടുള്ള എല്ലാം. ഈ ഫുൾ കോംപ്ലറ്റ് ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ 2000 സ്റ്റാർട്ടിങ് വരും. ഫുൾ കോംപ്ലറ്റ് ഒരു സ്റ്റാർട്ടിങ് ഒരു 4000 റേഞ്ച് വരും. 4000 വരുന്നുണ്ട്. അത് ഫുള്ളി പ്രൊട്ടക്ഷൻ ഫുള്ളി പ്രൊട്ടക്ഷൻ. ഓക്കെ. ഒരെണ്ണം നമുക്കൊന്ന് കാണിച്ചാലോ? 4000 റേഞ്ച് തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഷീൽഡിന് 4000 വരുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഷീൽഡിന്റെ ഇഷ്ടംപോലെ കളർ ചേഞ്ച് ഒക്കെ വരുന്നുണ്ടല്ലേ? മറ്റേ DSG ഇല്ലേ? DSG ഒരു 5000 റേഞ്ച് വരും. 5000 റെട്രോ ടൈപ്പ് ആണ്. ഓക്കെ ഓക്കെ. പിന്നെ ഇത് റൈനോക്സിന്റെ പ്രീമിയം സെഗ്മെന്റ് വരുന്നുണ്ടല്ലേ? ലെതർ ഭയങ്കര കംഫർട്ട് ലെതർ അല്ലേ? അത്യാവശ്യം ബ്രീത്തബിൾ അല്ലേ? ഇത് കൊള്ളാം കേട്ടോ. റൈനോക്സിന്റെ ഇതിന് എങ്ങനെയാ റേറ്റ് വരുന്നത്? ഒരു 2000 റേഞ്ച് ഒക്കെ 2000 റേഞ്ച് വരുന്നുണ്ടല്ലേ? നമ്മുടെ ഇവിടെ ഉള്ളത് ഏറ്റവും പ്രീമിയം ജാക്കറ്റ് ഏതാ വരുന്നത്? DSG ആണോ? DSG ഉണ്ട്, റൈനോക്സ് ഉണ്ട്, സോളേസ് ഉണ്ട്. ഇത് മൂന്നും പ്രീമിയത്തിൽ വരുന്നത്. ഷീൽഡിന്റെ ഉണ്ട്. ഇതിന്റെ ടോപ്പ് വേരിയന്റ് ഉണ്ട്, ബേസ് വേരിയന്റ് ഉണ്ട്. ആൽപിൻ സ്റ്റാർ ഒക്കെ ഇവിടെ ആൽപിൻ സ്റ്റാർ ഓൺ ഓർഡർ എടുത്തു കൊടുക്കും. ആൽപിൻ സ്റ്റാറിന്റെ തന്നെ ടെക് 3 ബൂട്ടൊക്കെ നമുക്ക് ഒരു 25,000-24,000 റേഞ്ചിനൊക്കെ വരും. നമ്മൾ ഓർഡറിൽ നമ്മൾ അഡ്വാൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കും. ഇമ്പോർട്ട് സാധനങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ പ്രീമിയം ഹെൽമെറ്റ്സ് വരുന്നത് എയറോ ആണ്. നമ്മുടെ സാമ്പിൾ വെച്ചിട്ടില്ല, അത് ഉള്ളിലിരിക്കുകയല്ലേ? ഇവിടെ ഒരു ഷോയുടെ ഒരു ഹെൽമെറ്റ് ഇരിക്കുന്നുണ്ട്. അത് വർക്ക് ഒരു വേറൊരു കസ്റ്റമർ പണ്ട് വർക്കിന് കസ്റ്റം ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞതാണ്. കസ്റ്റമർക്ക് ഇപ്പൊ നമ്മൾ ചെയ്യുന്നില്ല, മുമ്പ് ചെയ്യുമായിരുന്നു. ഇപ്പം കാറിന്റെയും ബൈക്കിന്റെയും മോഡിഫിക്കേഷൻ നടക്കുന്നതുകൊണ്ട് നമ്മളിപ്പം കസ്റ്റമർക്ക് എടുക്കുന്നില്ല. അത് സെയിലിനുള്ളതല്ലേ? അത് സെയിലിനുള്ളതാണ്. ആണല്ലേ? അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചാലോ? ഞാൻ പറഞ്ഞ ഷോയുടെ ഹെൽമെറ്റ്
ദേ മറ്റേ റെഡ് ബുൾ എഡിഷൻ വരുന്നില്ലേ അത്, ഇത് കസ്റ്റം വർക്കാണ്. ഇത് കസ്റ്റം വർക്കല്ലേ? ഓ കൊള്ളാം കേട്ടോ, നല്ല രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് എയറോനോട്ടിക്സിന്റെയും ഷോയുടെ ഷെല്ല് സെയിം ആണ്. അപ്പോൾ നമുക്ക് സെയിം ഡിസൈൻ കൊടുത്ത് അത് കണക്ക് തന്നെ ഇരിക്കും. അത് പോലെ ഇരിക്കില്ലേ? ഇവിടെ ചെയ്ത് ഇതിവിടെ ചെയ്തല്ലേ? ഇതൊക്കെ ചെയ്യുന്നതിനൊക്കെ എന്തോ റേറ്റ് ഒക്കെ വർക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ കാണിച്ചിരുന്ന ഗ്രാഫിക്സിന്റെ ഒക്കെ അനുസരിച്ചായില്ലേ? അനുസരിച്ചായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. കാരണം കാർ മോഡിഫിക്കേഷനും ബൈക്ക് മോഡിഫിക്കേഷനും പെയിന്റിംഗ് അതിപ്പം പുതിയ ഷോപ്പ് അപ്പുറത്ത് തുടങ്ങിയില്ലേ? പുതിയൊരു ഷോപ്പ് കൂടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ആണെങ്കിൽ മറ്റേ PPF കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ജസ്റ്റ് ഒന്ന് പറയാമോ അതിനെപ്പറ്റി? മെയിനായിട്ട് നമുക്ക് വരുന്നത് പറഞ്ഞാൽ ഈ കാറിന്റെ ബോഡി ഡീറ്റെയിലിംഗ്, പെയിന്റ് പോയ കാര്യങ്ങൾ, പിന്നെ കസ്റ്റമൈസേഷൻ പാർട്സ്. നമുക്കിപ്പം GTIയുടെ ഫുൾ കിറ്റ് ഒക്കെ വരുന്നുണ്ട്. GTIയുടെ കിറ്റ് മറ്റേ 2 ഡോർ ഇത് വരുന്ന 2 ഡോർ കിറ്റ് പോലെ ഫുൾ സെറ്റപ്പ് ഒക്കെ നമുക്ക് ഫുൾ സെറ്റപ്പ് വരുന്ന. ഓക്കെ ഓക്കെ ഗൈസ്, നിങ്ങൾ വേണേൽ പറഞ്ഞാൽ അത് നമുക്ക് അവിടെ പോയി ഒരു വീഡിയോ ഇവിടെ ചെയ്യാം. അവിടുത്തെ ഷോപ്പ് കംപ്ലീറ്റ് കാര്യങ്ങളും വെച്ചോണ്ടുള്ള. എത്ര റേറ്റ് വരുന്നത്? നമ്മൾ റേറ്റ് പറഞ്ഞില്ലല്ലോ. ഇതിപ്പോ 9,000 നമ്മൾ ഇട്ടേക്കുന്നത്. 9,000 6,000 വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഹെൽമെറ്റ് പുതിയ ഹെൽമെറ്റ് ആണ്. പുതിയ ഹെൽമെറ്റ് നമ്മൾ വർക്ക് ചെയ്തേ. ഇപ്പൊ 9,000 വരുന്നുണ്ട് കേട്ടോ. 9,000 ഇത് വൃത്തായിട്ടാ തോന്നുന്നത്. ഷോയിൽ കിട്ടത്തില്ല. എല്ലാം അതേപോലെ തന്നെ വരുന്നുണ്ട്. അതാ മറ്റേ MotoGPയിലൊക്കെ ഓടിക്കും മറ്റേ ഗ്രാഫിക്സും കാര്യങ്ങളും, റെഡ് ബുളിന്റെ ഒക്കെ ഗ്രാഫിക്സും ഒക്കെ വരുന്നുണ്ട്. കൊള്ളാം കേട്ടോ, നൈസായിട്ട് അത് ചെയ്തേക്കുന്നത്. നമ്മൾ പറഞ്ഞ മറ്റേ ബഡ്ജറ്റ് ഉള്ള ഹെൽമെറ്റ് ഒക്കെ ഇല്ലേ, അതാണ് ഇവിടെ കാണുന്നത്. ഇതേ കണ്ടില്ലേ, ഇവിടെ മറ്റേ ബഡ്ജറ്റ് സെഗ്മെന്റ് വരുന്ന ഹൗസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. മറ്റേത് ലേഡീസിൻ്റെ ഹാഫ് ഫേസ് അല്ലാതെ ജെൻസിനുള്ള ഫുൾ ഫേസ് ഹെൽമെറ്റ് എല്ലാ ടൈപ്പും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുക, അതാ ഇപ്പം ഇവിടെ അത്യാവശ്യം കുളമായിട്ട് കിടക്കുന്നത്. ഇവിടെ ആണെങ്കിൽ മറ്റേ ഹെൽമെറ്റ് ക്ലീനർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, മറ്റേ ചെയിൻ ലൂബ് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരു 98% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കേട്ടോ കാണുന്നത്. നിങ്ങളെല്ലാവരും ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഹെൽപ്പായിരിക്കും അത്. നിങ്ങൾക്ക് അത്യാവശ്യം ഇൻഫർമേറ്റീവ് ആയെന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോ. അത്യാവശ്യം നല്ല രീതിക്ക് ബഡ്ജറ്റ് കുറവാട്ടോ ഇവിടെ. നിങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ബഡ്ജറ്റ് എങ്ങനെയാണെന്നൊക്കെ. ഗൈസ് അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൊരു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.